പീസ് ആൻഡ് ജോയ്. അസിസിലെ ഫ്രാൻസിസ് സാന്താമിയാനോ ദേവാലയത്തിലെ ക്രൂശിത രൂപത്തിൽ നിന്നും ഈശോയുടെ സ്വരം ശ്രവിക്കുകയാണ്. ഫ്രാൻസിസിന് അടങ്ങിയിരിക്കാനായില്ല. ഫ്രാൻസിസ് ഓർത്ത് എങ്ങനെയെങ്കിലും ആലയം പുതുക്കിപ്പണിയാണ്. ഈ സാന്താമിയാനോ ദേവാലയം അത് തകർന്നു വീഴാറായിരിക്കുന്നു. അത് പുതുക്കിപ്പണിയാനായിട്ടാണ് ഈശോ എന്നോട് പറഞ്ഞത്. ഇതിന് ശേഷം അതുപോലെ പൊളിഞ്ഞു കിടക്കുന്ന കുറേ കൂടി ദേവാലയം ഞാൻ എൻ്റെ യാത്രയിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ പുതുക്കിപ്പണിയണം. ഈശോ അതാണ് എന്നോട് ആവശ്യപ്പെട്ടതെന്ന് ഫ്രാൻസിസ് ചിന്തിക്കുകയാണ്. പെട്ടെന്ന് ഫ്രാൻസിസിന് ഒരു ആശയം ഉദിച്ചു. എൻ്റെ അപ്പൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട്. ഞാൻ യഥേഷ്ടം അതെടുത്ത് ഉപയോഗിക്കുന്നതിൽ അപ്പന് യാതൊരു എതിർപ്പുമില്ല. അതുകൊണ്ട് കുറച്ച് പണം എത്രയും വേഗം എടുത്തുകൊണ്ട് വന്ന് ഈ ആലയം പുതുക്കി പണിയാനായിട്ട് ഈ വൈദികനെ ഏൽപ്പിക്കണം, വികാരിയച്ചനെ ഏൽപ്പിക്കണം. ഫ്രാൻസിസ് വേഗം തൻ്റെ കടയിലേക്ക് പോയി. അതുപോലെ തന്നെ അമ്മയോടും ഈ ഒരു ആശയം പറഞ്ഞു. അമ്മ പറഞ്ഞു, ഞാൻ എൻ്റെ കയ്യിലുള്ള സമ്പാദ്യം ഞാൻ നിനക്ക് തരാം, പക്ഷേ കടയിൽ നിന്ന് എടുക്കുന്നത് അപ്പനോട് ചോദിച്ചിട്ട് വേണം. ഫ്രാൻസിസ് പറഞ്ഞു, ഞാൻ അധ്വാനിച്ചതിൻ്റെ തുകയായിട്ട് ഞാൻ എടുത്തുകൊള്ളാം. ഞാൻ അധ്വാനിച്ചതിൻ്റെ കൂലിയായിട്ട് ഇത് കരുതിയാൽ പോരെ, എനിക്കുള്ള വിഹിതമായിട്ടുള്ളതിൽ നിന്ന് ഞാൻ എടുത്തുകൊള്ളാം. അപ്പോൾ പ്രഭു പറഞ്ഞു, അമ്മ പറഞ്ഞു, അപ്പൻ ഇവിടെ ഇല്ലല്ലോ, അപ്പം പറയുന്നത് കേട്ടിട്ട് അപ്പനോട് അനുവാദം ചോദിച്ചിട്ടല്ലേ നീ അത് എടുക്കേണ്ടത്. ഉടനെ പറഞ്ഞു, ഈശോയുടെ സ്വരം അത് നമുക്കൊരിക്കലും കാലതാമസം വരുത്തേണ്ടതല്ല. ഫ്രാൻസിസിന് തിടുക്കമായിരുന്നു. കാരണം അവൻ്റെ ഉള്ളിലുള്ള ആ ദൈവത്തിൻ്റെ സ്വരം അത് വളരെ കൃത്യതയോടുകൂടിയാണ് അവൻ ശ്രവിച്ചതെന്ന് അവൻ കരുതുകയാണ്. അവൻ വേഗം കടയിലേക്ക് പോയി. അവിടുന്ന് ധാരാളം മേൽത്തരം വസ്ത്രങ്ങൾ തന്നെ തിരഞ്ഞെടുത്തു. കാരണം ഒരു കുതിരപ്പുറത്ത് കൊള്ളാവുന്നത് മാത്രമാണ് അന്നത്തെ കാലത്തൊക്കെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ സാധിച്ചത്. ഏറ്റവും നല്ല ഒരു കുതിരയെ എടുത്തിട്ട് ഫ്രാൻസിസ് അതിൻ്റെ മുകളിലേക്ക് തൻ്റെ പിതാവിൻ്റെ കടയിൽ നിന്ന് തൻ്റെ കുടുംബത്തിൻ്റെ വ്യാപാര സ്ഥലത്ത് നിന്ന് കിട്ടിയ ഏറ്റവും മേൽത്തരം വസ്ത്രങ്ങൾ കൊണ്ട് ആ കുതിരയ്ക്കൊരു ചുമട് നിർമ്മിക്കുകയാണ്. അതിനുശേഷം ആ തുണിത്തരങ്ങളുമായിട്ട് അദ്ദേഹം വേഗം പൊളിഞ്ഞോ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പോവുകയാണ്. പൊളിഞ്ഞോയിൽ ചെന്ന് ആ തുണിത്തരങ്ങളൊക്കെ കിട്ടിയ വിലയ്ക്ക് വിറ്റ് തീർക്കുക. കാരണം അവന് തിടുക്കമായിരുന്നു. ഫ്രാൻസിസിന് എപ്പോഴും ഒരു തീക്ഷ്ണതയുണ്ട്. അവൻ താമസം വരുത്തുകയില്ല. ദൈവസ്വരം ശ്രവിക്കുമ്പോൾ അവനത് പെട്ടെന്ന് തന്നെ അത് വിറ്റ് തീർക്കുകയാണ്. ചിലർ വിലപേശിയപ്പോൾ കിട്ടിയ നല്ല വിലയ്ക്ക് തന്നെ ഫ്രാൻസിസ് അത് തനിക്ക് സ്വതസിദ്ധമായി ലഭിച്ച ആ കച്ചവട ആ ഒരു കഴിവ് കൊണ്ട് തന്നെ അത് വിറ്റ് തീർത്തു. അതിനുശേഷം ഫ്രാൻസിസ് ഓർത്തു, ഇതൊക്കെ ചെറിയ തുകയല്ലേ, ഇത് മതിയോ ഒരു ദേവാലയം പുതുക്കി പണിയാനായിട്ട്? മനോഹരമായിട്ട് തന്നെ വേണ്ടേ അത് പൂർത്തീകരിക്കാൻ? ഫ്രാൻസിസ് ആ കുതിരയെക്കോടെ വിറ്റു. എന്നിട്ട് അതൊരു വലിയ പണക്കിഴിയാക്കി ആ പണക്കിഴിയുമായിട്ട് വേഗം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന സാന്താമിയാനോ ദേവാലയത്തിലേക്ക് അദ്ദേഹം ഓടുകയാണ്. ആ മല കയറി അതിനടുത്ത് ചെന്നിട്ട് ആ ഇടവക വികാരിയച്ചനെ ആ പണക്കിഴി ഏൽപ്പിച്ചിട്ട് പറയുകയാണ്, പിതാവേ, അങ്ങ് ഓർക്കുന്നില്ലേ, ഞാൻ ഈ ദേവാലയത്തിൽ ഏതാനും നാളുകളായിട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോ എനിക്ക് തന്ന നിർദ്ദേശമാണ് ഇത് പുതുക്കി പണിയാനായിട്ട്. അതിനുള്ള പണം ഇതാ ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. വളരെ വിവേകത്തോടു കൂടി ആ വൃദ്ധനായ വൈദികൻ ചോദിച്ചു, മകനെ, നിന്റെ പിതാവ് അറിഞ്ഞിട്ടാണോ നീ പണവുമായിട്ട് വരിക? ഉടനെ ഫ്രാൻസിസ് പറഞ്ഞു, എൻ്റെ പിതാവിന് ഞങ്ങൾ മക്കൾ ഇത്ര പേരല്ലേ ഉള്ളൂ, അത് ഞാനും കൂടി അധ്വാനിച്ചതല്ലേ, എൻ്റെ വിഹിതമായിട്ട് അങ്ങിത് കരുതിയാൽ മതി. അതുപോലെ തന്നെ പീക്കായെ അറിയാവുന്ന, എന്നാൽ ഫ്രാൻസിസിൻ്റെ പിതാവായിട്ടുള്ള പീറ്ററിനെയും വളരെ നന്നായിട്ട് അറിയാവുന്ന ആ വൈദികൻ പറയുകയാണ്, അല്ല മകനെ, നിന്റെ പിതാവിൻ്റെ അനുവാദമില്ലാതെ ഞാനിതിൽ തൊടുകയില്ല, എനിക്ക് അദ്ദേഹത്തെ വളരെ നന്നായിട്ടറിയാം. ഫ്രാൻസിസ് പറഞ്ഞു, ഇതെൻ്റെ കൂലിയായിട്ട് കരുതിയാൽ മതി. ഞാൻ കടയിൽ നിന്ന് മാത്രമല്ല, മറ്റു പല സ്ഥലത്തു നിന്നും ഇതൊക്കെ ഞാൻ ഈ ദേവാലയം പണിയുന്നതിന് വേണ്ടി പണം ശേഖരിക്കാനായിട്ട് ഓടിയിട്ടുണ്ട്. ഫ്രാൻസിസ് ആ പണക്കിഴി മേശപ്പുറത്ത് വെച്ചു. എന്നാൽ ആ വൈദികന് ഒരു ഉൾവിളി എന്ന പോലെ ഓർക്കുകയാണ്, ഇതൊരിക്കലും ഞാൻ തൊടേണ്ടതല്ല. കാരണം ഫ്രാൻസിസിൻ്റെ പിതാവിൻ്റെ സ്വഭാവം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പിതാവ് വരുമ്പോൾ അവൻ തീർച്ചയായിട്ടും ഈ കാര്യത്തെക്കുറിച്ച് കോപത്തിലായിരിക്കുമെന്ന് ആ വൈദികൻ ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഫ്രാൻസിസിൻ്റെ പിതാവ് വളരെ കോപത്തോടു കൂടി ഈ കാര്യം അറിഞ്ഞപ്പോൾ ഈ ദേവാലയത്തിലെ വികാരിയെ അന്വേഷിച്ച് വരികയാണ്. വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ ദൂർത്തടിച്ച് അങ്ങേ ഏൽപ്പിച്ച ആ പണം അത് എൻ്റേതാണ്, എൻ്റെ അധ്വാനത്തിൻ്റെ, എൻ്റെ വിയർപ്പിൻ്റെ വിലയാണ്, അത് ഞാൻ എടുക്കുകയാണ്. അദ്ദേഹം ആ പണക്കിഴി അവിടുന്ന് എടുക്കാനായിട്ട് ശ്രമിച്ചു. ആ വൈദികൻ പറഞ്ഞു, ഫ്രാൻസിസിന് ഒരു കുട്ടിയല്ലല്ലോ, ഫ്രാൻസിസ് ഒരു യുവാവല്ലേ, അവൻ സുബോധത്താൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ച പണം ഒരുപക്ഷെ നിങ്ങളുടേതായിരിക്കാം, അല്ലെങ്കിൽ അവൻ ഒരുപക്ഷെ മറ്റ് പലയിടങ്ങളിൽ നിന്നും കൂടി ശേഖരിച്ചതാവാം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കാര്യം ശരിയായി അറിഞ്ഞിട്ട് ഞാനിത് തിരികെ തരുന്നതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മേശപ്പുറത്ത് വെച്ച ആ പണക്കിഴി അവിടെ വെക്കുക. ഫ്രാൻസിസിൻ്റെ പിതാവിന് വളരെ കോപമായി. അദ്ദേഹം പറഞ്ഞു, പള്ളി പണിയുക മെത്രാൻ്റെയും വൈദികൻ്റെയും ഒക്കെ കടമയാണ്, അല്ലാണ്ട് എൻ്റെ അധ്വാനത്തിൽ നിന്നല്ല അത് പണിയേണ്ടത്. പക്ഷേ വൈദികൻ പറഞ്ഞതിൽ
അല്പം പോലും മാറ്റം വരുത്തുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ആ പണക്കിഴി അവിടെ ഉപേക്ഷിച്ചിട്ട് കോപത്തോടു കൂടി തിരികെ പോവുകയാണ്. ഫ്രാൻസിസ് പിതാവിനെ ഭയന്ന് അടുത്തുള്ള ഒരു വനത്തിലേക്ക് പോയി അവിടെ ദീർഘനേരം പ്രാർത്ഥിച്ചു. അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ഈ തടസ്സങ്ങളൊക്കെ വരിക? എൻ്റെ പിതാവ് എന്തിനാണ് ഇത്രമാത്രം കോപിക്കുക? ഒരുപക്ഷെ എൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ട് ആ ദേവാലയം പുതുക്കി പണിയാൻ എനിക്ക് യോഗ്യതയില്ലാത്തതുകൊണ്ടാണോ? അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കണം, കൂടുതൽ ഒരുങ്ങണം, കൂടുതൽ പരിത്യാഗ പ്രവർത്തികൾ ചെയ്യണം. പ്രിയമുള്ളവരെ, ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പിന്നീട് വായിച്ചെടുക്കാൻ സാധിക്കും, ക്രിസ്തു പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റൊന്നായിരുന്നു. ഫ്രാൻസിസ് ചെയ്തതൊക്കെ വളരെ ബാലിശമായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അങ്ങനെയല്ല. ഫ്രാൻസിസിനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് ദൈവം നയിക്കുകയായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തെ ഒരുക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് പ്രത്യേകമായ ഒരു പ്രചോദനം നൽകുമ്പോൾ തുടക്കത്തിൽ ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് വളരെ വിചിത്രമായിട്ട് തോന്നാം. കാരണം ഒരു വിവാദ വിഷയമായ അടയാളമായിട്ട് താൻ മാറുമെന്ന് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ അതേ അനുഭവത്തിലൂടെ തന്നെ ക്രിസ്തുവിൻ്റെ ശിഷ്യനും കടന്നു പോവേണ്ടതല്ലേ? അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ കടന്നു പോകുന്ന വഴികളിലെ വ്യത്യസ്തതകളോർത്തും വൈചിത്ര്യങ്ങളോർത്തും നമ്മൾ ഒരിക്കലും പരിഭ്രമിക്കരുത്. കർത്താവിനോട് വിശ്വസ്തത പുലർത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.